ഒരു ഇടവേളയ്ക്ക് ശേഷം എന്ത് ചൂടൻ തിരിച്ചു വന്നിരിക്കുകയാണ് മക്കളെ, തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ചധികം ബിസി ആയിപ്പോയായിരുന്നു ഗായ്സ്. ഒരു 1 മന്തിൻ്റെ ഗ്യാപ്പ് തന്നെ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഇട്ടത് വിഷുവിൻ്റെ വീഡിയോസാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ട്രാവലിംഗ് ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഞാനും സ്വാതിയും ഞാൻ ദുബായിക്ക് പോയി, അവിടുന്ന് നാട്ടിലേക്ക് പോയി, അവിടെ തിരിച്ച് ദുബായ് വന്ന് കുറച്ച് നാളടിച്ച് കുളിച്ച് ഒമാനിലേക്ക് തിരിച്ചെത്തിയിട്ട് ഒരു 2 വീക്സ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. കാരണം ഒരുപാട് വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. പിന്നെ ലക്ഷ്മി ആയാലും കുറച്ച് ട്രാവലിംഗ്, അവളും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പോയിട്ട് അതിൻ്റെ തിരക്കായിട്ടോ അവളും ബിസി ആയിപ്പോയി. ബട്ട് ഞങ്ങളെല്ലാവരും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഇനി ഓരോ വീഡിയോസ് നമ്മൾ അടുത്തടുത്തായിട്ട് തന്നെ എല്ലാം എഡിറ്റ് ചെയ്ത് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും, എനിക്ക് മടി വന്നില്ലെങ്കിൽ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ട പോലെ തന്നെ ഒരു പിറന്നാൾ ആഘോഷമാണ്. നമ്മുടെ അനീഷിൻ്റെ ബർത്ത്ഡേ ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കഴിഞ്ഞു, ഇതിപ്പോൾ പിറന്നാളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ഈ കൊല്ലവും നമ്മൾ മുടക്കം വരുത്താണ്ട് ആചാരങ്ങളൊക്കെ അതേപോലെ തന്നെ പാലിച്ചുകൊണ്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പായസം വെച്ചു. ഇന്ന് ഞാൻ വെച്ചത് ഗോതമ്പ് പായസമാണ്. ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ, പക്ഷേ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സദ്യക്കുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് ഇന്ന് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു. ഞാൻ എന്താ ചോറിട്ടിരിക്കുന്നു. അപ്പോൾ ചോറൊന്ന് ആവുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയി ഞങ്ങളുടെ ഇന്നലത്തെ സദ്യ പ്രിപ്പറേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് പോയോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് അങ്കത്തട്ടിൽ കയറി വാളും പരിചയൊക്കെ എടുക്കാം. ഏപ്രിലൊക്കെ കെട്ടി നമ്മളിതാ കുക്കിങ്ങിന് റെഡിയാവാണ്. ഇതൊക്കെ വെറും പ്രഹസനം മാത്രം. ചൂടെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞാൻ കാട്ടി കളഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് മധുരത്തിന് തന്നെ തുടങ്ങാം. നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാം പായസത്തിനായിട്ട്. ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് നോക്കുന്ന പോലെയുണ്ട്. നമുക്കിതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം കട്ട് ചെയ്യണം. സോ ലെറ്റ്സ് ബിഗിൻ ഗായ്സ്. അപ്പോഴേക്കും എൻ്റെ ശർക്കര പാനി ഇവിടെ സെറ്റായിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഗോതമ്പ് അതിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കർ. ഞാൻ ആദ്യം തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെയാണ് കട്ട് ചെയ്യാൻ തുടങ്ങിയത്. അവിയലും സാമ്പാറാണല്ലോ ഉണ്ടാക്കാൻ കുറച്ച് പാടുള്ള ഐറ്റംസ്. അപ്പോൾ ആദ്യം തന്നെ അത് തീർത്ത് വെച്ചാൽ ആ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല, കുറച്ച് കഷ്ണങ്ങൾ മാത്രം വെച്ച് ചെറിയൊരു അവിയൽ തട്ടിക്കൂട്ടാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം കട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ ചിറ്റ നല്ലതായിട്ട് അവിയലിൻ്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്യും. അതായത് കട്ട് ചെയ്യുന്ന കണ്ടാൽ തന്നെ ഭയങ്കര ഭംഗിയാണ്. എല്ലാ കഷ്ണങ്ങൾക്കും ഒരേ അളവായിരിക്കും. നമ്മളിങ്ങനെ മെഷർ ചെയ്ത് കട്ട് ചെയ്ത പോലത്തെ അളവിലാണ് ചിറ്റ അവിയലിന് കഷ്ണങ്ങൾ നുറുക്കുന്നത്. അത്ര ഭംഗിയൊന്നും ആയിട്ടില്ല ഞാൻ കട്ട് ചെയ്തത്. ഞാൻ തോന്നുന്ന പോലെ ചന്നും പിന്നമൊക്കെ തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പലതും പല അളവിലുമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് മാത്രം എടുത്ത് വേഗം അവിയലുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവിയലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റുള്ള യമ്മി അവിയൽ റെഡിയായി കഴിഞ്ഞു. അവിയലിൻ്റെ പാത്രം അടച്ചു വെച്ച് ഞാൻ അടുത്ത വിഭവത്തിലേക്ക് കടന്നു. സാമ്പാർ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്തൊരു വിഭവമാണ്. എന്തോ എനിക്ക് സാമ്പാർ വെക്കുന്നതെന്ന് പറയുന്നത് എന്നെ ഒരുമാതിരി സ്ട്രെസ്സുള്ള പരിപാടിയാണ്. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ഈ സാമ്പാർ ഇഷ്ടമല്ലാത്തൊരു വിഭവമായതുകൊണ്ടായിരിക്കാം ഇത്രയധികം സ്ട്രെസ്സും സമയമെടുക്കുന്നത്. എനിക്ക് സാമ്പാർ ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. അനീഷിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിഷുമാണ്. അനീഷിൻ്റെ വീട്ടിലെ ദേശീയ ഒരു ഭക്ഷണമാണ് സാമ്പാർ ഇല്ലാത്ത ദിവസങ്ങൾ തൃക്കൂർ വീട്ടിൽ വളരെ കുറവാണ്. അങ്ങനെ ഞാൻ സാമ്പാർ സദ്യക്ക് നിർബന്ധമായി ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ അടുത്ത വിഭവത്തിലേക്ക് കടന്നു. കാളൻ. ഈ നെയ്ക്കാളൻ്റെ റെസിപ്പി എനിക്ക് അനീഷിൻ്റെ സിസ്റ്ററാണ് പറഞ്ഞു തന്നത്. നല്ല ടേസ്റ്റാണ് ഗൈസ്. ഒരു ദിവസം നമ്മുടെ ചാനലിൽ ഇതിൻ്റെ റെസിപ്പി എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഒരു സൈഡിൽ ഞാൻ കുക്കിംഗ് നടത്തുമ്പോഴേക്കും മറു സൈഡിൽ അനീഷ് പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി സഹായിച്ചു കേട്ടോ. പാത്രങ്ങളെല്ലാം അപ്പം എനിക്ക് കഴുകിയാണ്. അനീഷ് ആർക്കെ ഹേയ് പെർനാൾ ബോയ് ഹായ്. What are you doing? ഇഷ്ടമാണോ പാത്രം കഴുകാൻ? ആർക്കാ ഇഷ്ടം പാത്രം കഴുകാൻ? എനിക്കും ഇഷ്ടമേ അല്ല പാത്രം കഴുകാൻ.
നമ്മൾ തലേന്ന് തന്നെ കറികളൊക്കെ ഉണ്ടാക്കുന്ന കാരണം ഇതെല്ലാം എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഇതെല്ലാം കേടായിപ്പോവും. അത് ഞാൻ വെൽ പ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ തവണ ഞാൻ ലുലുന്ന് മൈക്രോവേവൻ ടൈപ്പ് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ ഈ കണ്ടെയ്നറിലാക്കി ചൂടൊന്ന് ആറിക്കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇതിൽ തന്നെ വെച്ച് ചൂടാക്കി നമുക്കെടുത്ത് ഉപയോഗിക്കാനും പറ്റി. ഇത് ഞാൻ ലുലുന്ന് നല്ലൊരു പ്രൈസിനാണ് വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. 25 ഉണ്ടായിരുന്നു ഒരു പാക്കറ്റിൽ. അങ്ങനെ പറഞ്ഞിരുന്നതാ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. വിഭവം റെഡിയായി. നെയ്ക്കാളൻ, വെണ്ടയ്ക്ക പച്ചടി, അവിയൽ, അച്ചിങ്ങ പച്ചക്കായ മെഴുക്ക് പുരട്ടി, ഉരുളക്കിഴങ്ങ് മസാലക്കറി, സാമ്പാർ. കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാനും അനീഷും കൂടി തേങ്ങാപ്പാൽ പിഴിയാണ് നമ്മുടെ പായസത്തിനായിട്ട്. അടുപ്പ് കത്തിച്ചു, പാത്രം വെച്ചു, നെയ്യ് ഒഴിച്ചു, വേവിച്ച് വെച്ച ഗോതമ്പും ശർക്കര പാനിയും 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒഴിച്ച് പായസം റെഡിയാവാൻ തുടങ്ങി. ഞാനും അനീഷും കൂടി ഇടവിട്ട് മാറി നിന്നാണ് ഈ പായസം ഇളക്കി കുറുക്കി നമുക്ക് വേണ്ട ഒരു പാകത്തിലേക്ക് എടുത്തത്. അനീഷിന് കൂടുതലും ഗോതമ്പ് പായസം പരിപ്പ് പായസമൊക്കെയാണ് ഇഷ്ടം. അതാണ് കുറച്ച് കഷ്ടപ്പെട്ടാലും പിറന്നാൾ ബോയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പായസം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ കശുവണ്ടിയും മുന്തിരിയും കൂടിയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയി കഴിഞ്ഞു ഗൈസ്. ചൂടാ നല്ല അടിപൊളി യമ്മി ഗോതമ്പ് പായസം. പിറന്നാൾ ദിവസം രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് തൊഴാനായിട്ട്. ഇപ്പം തൊട്ട് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോലും കുറവാണ്. കാര്യം ഇവിടെ ഭയങ്കര ചൂടാണ്. നമുക്ക് നിലത്ത് തന്നെ ചവിട്ടാനായിട്ട് പറ്റത്തില്ല. അമ്പലത്തിന് അത്ര പൊള്ളണ ചൂടായിരിക്കും. പക്ഷെ പിറന്നാൾ ദിവസം നമുക്ക് എന്തായാലും പോയാലേ പറ്റുള്ളൂ. ഇത് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ്. എത്ര വട്ടം ഈ വഴി വന്നാലും കാണാനായിട്ടുള്ള ഭംഗി അത്ര മനോഹരമാണ്. മലകളും പച്ചപ്പും ഒരു സൈഡിൽ, അപ്പുറത്തെ സൈഡിലേക്ക് കടലും നീല കളറിലെ വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ തന്നെ. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു. നമുക്ക് പ്രസാദമൊക്കെ കിട്ടി, പഴം. സോ നന്നായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ കാലൊക്കെ നമ്മളിങ്ങനെ പൊള്ളും. പക്ഷെ നമുക്ക് വേഗം ഓടി തൊഴുത് ഇറങ്ങാൻ പറ്റി. യെസ്, സോ ലെറ്റ്സ് ഗോ ആൻഡ് ബൈ ദ വാഴയില. യെസ് ഗായ്സ്, അപ്പൊ നിങ്ങൾ കണ്ടായിരുന്നല്ലോ നമ്മുടെ സദ്യ പ്രിപ്പറേഷൻസ് ഒക്കെ. അപ്പൊ കറികളൊക്കെ ഓൾറെഡി ഇന്നലെ എല്ലാം സെറ്റ് ആണ്. ഞാൻ ചോറ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യാനായിട്ടുണ്ട്. ഈ പറഞ്ഞ അരിക്കൊണ്ടാട്ടം, പിന്നെ ഉണക്കമുളക്, പിന്നെ ഇത് നമ്മുടെ കപ്പയില്ലേ, കപ്പയൊക്കെ ഉണക്കിയതാണ്. അപ്പൊ ഈ സാധനങ്ങളെല്ലാം അനീഷിന്റെ അമ്മയും അമ്മയും കൂടി നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ സാധനങ്ങളും കൂടിയൊക്കെ ഫ്രൈ ചെയ്യാം നമ്മുടെ സദ്യയിൽ ഒരു സൈഡ് ഡിഷസ് ആയിട്ട്. ഓക്കെ, വായോ. അങ്ങനെ പപ്പടവും കൂടി വറുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സദ്യവട്ടത്തിനുള്ള എല്ലാം തയ്യാറായി. സദ്യ കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോഷൂട്ടിനായിട്ട് ഞാൻ അനീഷിനെ പിടിച്ചു നിർത്തി. അനീഷിന് സത്യം പറഞ്ഞാൽ ഇതൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ നോവും പറയാറില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസ്, സിംഗിളും കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ സദ്യ വിളമ്പി.
അങ്ങനെ സദ്യയൊക്കെ വിളമ്പി ഞാനും അനീഷും കൂടി സന്തോഷമായിട്ട് കഴിച്ചു. എത്ര കഷ്ടപ്പെട്ടാൽ എന്താ, നമ്മൾ വെച്ചു കൊടുത്ത വിഭവങ്ങളൊക്കെ സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിക്കണ കാണുമ്പോഴേക്കും എൻ്റെ മനസ്സ് നിറയും. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചു, പിന്നെ ഒന്നും ഓർമ്മയില്ല, സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ഈ വീഡിയോ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അതാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. ഞാൻ ഇത്രയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാട്ടോ.